തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് 4 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല മനോഹരമായ ഒരു ബഡ്ജറ്റഡ് വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ക്വയറ്റ് ആൻഡ് കാം ഏരിയയിൽ ഒരു ബഡ്ജറ്റഡ് ഹോം ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. 4 സെന്റ് ലാൻഡിൽ 1150 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 9 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. വട്ടിയൂർക്കാവിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിലാണ് വീടെല്ലാം പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. 4 സെന്റ് ലാൻഡിൽ 1150 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇനി കാണുന്നത്. കോമ്പൗണ്ടിനകത്ത് കടക്കുമ്പോൾ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടേജിലായിട്ട് ഗാർഡനിങ് പ്രൊവിഷനും വിത്ത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോമിന് ഒരു കവേർഡ് കാർ പാർക്കിംഗ് വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. 8x6 ഡയമെൻഷൻ വരുന്ന ഒരു അടിപൊളി സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത്. വോൾട്ടേൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ഡെക്കറേഷൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ. നല്ല വൈഡ് റേഞ്ചിലായിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ് അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു 50 ഇഞ്ചിന്റെ TV ഒക്കെ സുഖമായിട്ട് ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാണുന്ന വിൻഡോസിലൊക്കെ തന്നെ കർട്ടൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഓരോ കോർണേഴ്സിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ അട്രാക്ഷനായിട്ട് തോന്നുന്ന ഒരു പാർട്ടീഷൻ. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഈ ഒരു വുഡൻ പാർട്ടീഷൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 14x8 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് വീടിനകത്ത് കടക്കുമ്പോൾ കാണാത്ത രീതിയിൽ തന്നെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചണൊക്കെ വന്നിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്നൊരു കിച്ചണാണ് വന്നിട്ടുള്ളത്. മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ പണിയെല്ലാം കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് കിച്ചണിൽ അവൈലബിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സെന്റിലാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഒരു 3 BHK വരുന്ന ഒരു സിംഗിൾ സ്റ്റോറേജ് ബിൽഡിംഗ് തന്നെയാണ്. ബഡ്ജറ്റഡ് ഹോമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് കടക്കാം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് റൂമെല്ലാം പണിയെടുപ്പിച്ചിരിക്കുന്നത്. വിൻഡോസിലൊക്കെ തന്നെ കർട്ടൻസും ചെയ്തിട്ടുണ്ട്. വാൾ റൂഫ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x9 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു റൂമിലും വാൾ റൂഫ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസ് ഒക്കെ തന്നെ വിൻഡോസിലും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ബാക്കിയുള്ള ബെഡ്റൂംസ് നൽകിയിട്ടുള്ളതുപോലെ തന്നെ വാൾ റൂഫ്സ് എല്ലാം ഈ ഒരു റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസ് ഒക്കെ തന്നെ വിൻഡോസിലും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 48 ലക്ഷം മാത്രമാണ്. അത്യാവശ്യം നെഗോഷ്യബിൾ തന്നെയാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.